ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പം കണ്ടില്ലേ, നല്ല മൈലേജ് ഉള്ള വണ്ടി പോലെയായി. ഇന്നലെ എങ്ങനെയായിരുന്നു? ഗുഡ് മോർണിംഗ് ഉമ്മ ഇങ്ങനെയായിരുന്നു. അത് ആരോടോ പണക്കുള്ള ഉമ്മ പോലെയായിരുന്നു. ഇപ്പോൾ ഉമ്മയൊക്കെ കറക്റ്റായിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കംപ്ലൈൻറ്റ് പറയാനുണ്ട്. കാരണം ഇത് ഒരു അമ്മ മാത്രമല്ല, മിക്കവാറുള്ള അമ്മമാർക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്നോ ഒരു ദിവസം എനിക്ക് ഉറക്കം വരാണ്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇതാ കാണുന്നു വാതിലിങ്ങനെ അടയ്ക്കാണ്ട്, വാതിലടച്ചിട്ടല്ല കിടക്കുക, വാതിലിങ്ങനെ തുറന്നു കിടക്കണു. അപ്പോൾ അങ്ങനെ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് മെല്ലെ എടുപ്പിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ എടുപ്പിച്ചപ്പോൾ അമ്മ ഞെട്ടി, എന്താ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉറങ്ങുകയാണോ അമ്മയെ ചോദിച്ചു. അമ്മ എന്നെ കൊന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നാള് ആയോ, കറക്റ്റാണോ? അപ്പോൾ ഇന്നലെ ഞാൻ പുറത്തു പോയിട്ട് വരുമ്പോൾ അമ്മ ഉറങ്ങിയായിരുന്നു. അപ്പോൾ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് പോയി. അപ്പം അമ്മ എന്താ പറഞ്ഞു, തലവേദനയായിട്ട് ഞാൻ തലകുത്തി കിടക്കുകയായിരുന്നു, നീ ഒന്ന് വന്നിട്ടൊന്ന് തലയിലൊന്ന് ഒഴിഞ്ഞ് അപ്പം മാറണ്ടായിരുന്നു. ഒഴിയെ അറിയാമെന്നുള്ളത് ഞാനിപ്പോൾ പറയാണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്ന് മാറണ്ടായിരുന്നു, നീ ഒന്ന് ചോദിച്ചോ. എടാ, അമ്മമാരെ ശ്രദ്ധിക്കണം, മനസ്സിലായില്ലേ? നിനക്കെന്താ ശ്രദ്ധിക്കാനുള്ള സമയം കൂടി ഇല്ലല്ലോ, വന്നിട്ട് നേരെ അങ്ങോട്ട് പോയി. അല്ലെങ്കിൽ എന്താ കിടക്കണമെന്ന് ചോദിച്ചൂടെ പറഞ്ഞില്ലേ? അന്ന് കടന്നപ്പോൾ എണിപ്പിച്ചപ്പോൾ ഉറങ്ങിയ ആൾക്കാരെ എണിപ്പിക്കാൻ പാടില്ല വന്നിട്ട് ചീത്ത പറഞ്ഞു. അതെന്നെ ഇന്നലെ കടക്കുമ്പോൾ എണിപ്പിക്കാണ്ട് ആ ബുദ്ധി എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് പോയതിന് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നുള്ള കംപ്ലൈൻറ്റ് വന്നു. അതേപോലെ അടക്കടയിൽ എപ്പോഴെങ്കിലും ഭയങ്കര ചിന്തയിൽ ഇങ്ങനെ കവിളിലും കൈവച്ചിരിക്കുന്നുണ്ടാവും. ഞാൻ പറയും, അമ്മ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയോ? ഒരു കുന്തൂല്ല പോടാ പറയും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെയും ചോദിക്കും, അമ്മ എന്താ അച്ഛനായിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ? പിന്നെ ഈ വയസ്സുകാലത്ത് അച്ഛനായിട്ട് പ്രശ്നം ഉണ്ടാക്കാനല്ലേ പണി, നിനക്ക് എന്തിൻ്റെ കേടാടാ പറയും. പിന്നെയും വന്നിട്ട് ചോദിച്ചാൽ അമ്മ എന്നെ ഇടിക്കില്ല എന്നാണ്ട് ബാക്കിയൊക്കെ പറയും. എന്നിട്ട് പറയും, പെണ്ണുങ്ങൾക്ക് എന്തൊക്കെ ചിന്ത ഉണ്ടാവുമെന്നറിയോ, പെണ്ണുങ്ങളുടെ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ, ഇന്നലെ വെച്ച സാധനം തന്നെ അതേ ടേസ്റ്റിൽ ഇന്ന് തന്നെ നീ കഴിക്കുമോ, അതിനെന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കണ്ടേ, അപ്പോൾ രാത്രിക്ക് എന്താ ഉണ്ടാക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് ആ സമയത്ത് ഞാൻ ഇഡലിന്റെ മാവും മാവ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ദോശ ഇഡലി എന്തെങ്കിലും ഉണ്ടാക്കാൻ വൈകുന്നേരം. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഇനിയിപ്പോ ദോശ ഇഡലി ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അപ്പൊ ചപ്പാത്തി മസാല ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഒന്നുമില്ല മോനെയായിരുന്നു. പിന്നെ എന്താണ് സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ നിനക്ക് അറിയോ? പിന്നെയും ചോദിച്ചു, എന്താണ് അത്ര ഗാഢമായ ആലോചന? ഒന്നുമില്ല, അമ്മയ്ക്ക് എന്താ അത്ര ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെയും വന്നിട്ട് പറയാ എന്തുകൊണ്ടല്ലോ പറയുമ്പോ പിന്നെ ദേഷ്യം വരില്ലേ? സ്ത്രീകൾക്ക് ഇഷ്ടംപോലെ ആലോചിക്കാനുണ്ടാവും അതന്നെ. പക്ഷേ ഈ സ്ത്രീകളോട് ഇപ്പൊ അമ്മയോട് ഞാൻ ചോദിക്കുകയാണ്, സ്ത്രീകൾക്ക് ആലോചിക്കാനുള്ള ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരട്ടെ. അത് നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചോ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആരെങ്കിലും എപ്പോഴെങ്കിലും ഇതിൽ കേൾക്കണവരെങ്കിലും ഞാനും ആലോചിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയുമോ, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നടക്കണം, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്തി ആർക്കുള്ളതെന്ന് പറഞ്ഞാൽ സന്യാസി വേഷം കിട്ടിയിട്ടല്ല, അല്ലെങ്കിൽ ആൾദൈവം ശ്രമിച്ചിട്ടല്ല, അതൊക്കെ വേറെ. ഞാനാണ് ദൈവം, ഞാനാണ് ദൈവത്തിൻ്റെ അംശം എന്നൊക്കെ പറയുന്നത് വേറെ രീതി. അതൊക്കെ ഒരു തട്ടിപ്പിൻ്റെ ഭാഗമാണ്. അതിനെപ്പറ്റി ഞാൻ പറയണേ ഇല്ല. ഈ ലോകം മുഴുവനും പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭക്തരാരാ ചോദിച്ചാൽ സ്ത്രീകൾ തന്നെ ആയിരിക്കും. ഒന്ന് നല്ല ഭർത്താവിന് കിട്ടാൻ വേണ്ടിയുള്ള വ്രതം എടുക്കും, അത് കഴിഞ്ഞാൽ ഭർത്താവിന് നല്ലത് വരാൻ വേണ്ടിയുള്ള വ്രതം എടുക്കും, അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വ്രതം, ആ വ്രതം, ഈ വ്രതം, ഉണ്ണാവ്രതം, അങ്ങനെ പല വ്രതം എടുക്കും, ശൈന പ്രദർശനം ചെയ്യും, തൃശ്ശൂരും കുത്തിക്കയറ്റും വേണമെങ്കിൽ ആ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക്. അവിടെ കൂടെ ഉണ്ട് ഇവിടെ ഇല്ലെങ്കിലും വേറെ സ്ഥലങ്ങളിലുണ്ട്. പിന്നെ മുട്ടുംകാലം കൊണ്ട് ഇങ്ങനെ കുത്തി പടി കയറി പോവും. മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഭക്ഷണം ഇരുന്നിട്ട് വേണമെങ്കിൽ പ്രാർത്ഥിക്കും. അപ്പോൾ കാര്യം നടക്കാൻ വേണ്ടി, കുടുംബം നന്നാവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ആരാന്ന് പറഞ്ഞാൽ സ്ത്രീകൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും. അതുപോലെ എഴുതി പ്രാർത്ഥിക്കുന്ന സ്ത്രീകളുണ്ട്. ഇങ്ങനെ എഴുതിയിട്ട് നമ്മുടെ പല യൂട്യൂബുകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എഴുതി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, ദൈവം പെട്ടെന്ന് കേൾക്കും. കാരണം ദൈവത്തിന് ഒരു സൈഡ് ചെവി ഇത്തിരി കുറവായതുകൊണ്ട് നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് വേഗം വന്നിട്ട് ഉണ്ടിന്ന് കൈയിട്ടെടുത്തിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കും. മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ വിളിച്ച് രക്ഷിക്കൂ വരുമ്പോൾ മൂപ്പർ കേൾക്കില്ല. കാരണം കൂടാനുകൂടെ ആൾക്കാർ ഒരുമിച്ച് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാനുള്ള സമയം ഉണ്ടാവില്ല. ചിലപ്പോൾ ബോറടിച്ചിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇഷ്ടദൈവം കൃഷ്ണൻ ബോറടിച്ചിട്ട് രാധയോ രുക്മിണിയോ ബാമയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, ആരെങ്കിലും ഒരാളായിട്ട് ഇരിക്കുന്നുണ്ടാവില്ല എവിടെയെങ്കിലൊക്കെ. ആ ഇരിക്കുന്ന സമയത്ത് എന്തോ ഒരു ഭക്തം കൊണ്ട് ഇട്ടിട്ട് പോയിട്ടുണ്ട്, വല്ല നല്ലത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വായിച്ച് നോക്കുമ്പോഴായിരിക്കും ആ പ്രാർത്ഥന കേൾക്കാൻ എല്ലാവരും തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. എഴുതി വെക്കണം, എവിടെ ഓരോ ഉണ്ടികളിലും കൊണ്ടിട്ട് എഴുതി പുസ്തക കണക്കിന് കൊണ്ടുപോയി വെക്കണം എന്ന് വെച്ചിട്ട്. അതൊക്കെ ഈ പൂജാരിമാരെടുത്തിട്ട് ഏത് മുപ്പിലിക്കാൻ കൊണ്ടുപോയി കളയണമെന്നൊന്നും ആർക്കും അറിയില്ല. അവിടെ പ്രാശസ്തി ഉള്ളത് പൈസയ്ക്ക് മാത്രമാണ്. അതൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ദൈവത്തിനോട് ചോദിച്ചിട്ടുണ്ട് എഴുതിയിട്ട്. ഇപ്പം എഴുതി പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എന്താണ് എഴുതി വെച്ച് ചോദിക്കേണ്ടതെന്ന് അറിയോ? അത് പള്ളിയിലും ചോദിക്കണം, അമ്പലത്തിലും ചോദിക്കണം. ചോദിച്ചു നോക്ക് എന്തായിരിക്കുന്നു. ഇത് കാണിച്ചതിന് ശേഷം പറയണോ അതോ പറഞ്ഞതിന് ശേഷം കാണിക്കണം? പറഞ്ഞു തരും കേട്ടോ. പച്ചമത്തങ്ങ പഴുത്തതല്ല കേട്ടോ, അതിനെ ഇളയ മത്തങ്ങ എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ ഇത് ഇളയ മത്തങ്ങയല്ലേ,
ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ 2 സ്ത്രീകളല്ലേ ഉള്ളൂ. ഇളയ മത്തങ്ങാല ഒരു പെൺകുട്ടിയല്ലേ, സ്ത്രീ എന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത് അനുമോള്, പഴുത്ത മത്തങ്ങ പറഞ്ഞാൽ അതാ നിൽക്കണം ഈ അമ്മ. അപ്പോൾ 2 ടൈപ്പ് മത്തങ്ങ ഉണ്ടാവും. മത്തൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ഈ മത്തൻ്റെ ഇല കിടക്കണ കിടപ്പുണ്ടോ നിങ്ങൾ? എങ്ങനെ അങ്ങോട്ടൊന്ന് തിരിഞ്ഞ് ഇങ്ങോട്ടൊന്ന് ആലസ്യമായിട്ട് കിടക്കുന്നില്ലേ? അതൊക്കെയാണ് ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ ഒക്കെ അവസ്ഥ. ഇതാണ് വീട്ടിലെ പുരുഷന്മാർ. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇത് രണ്ടും കൂടി എന്റെ അമ്മമാരൊക്കെ പണ്ട് വെച്ചായിരുന്നു. അമ്മമാരോട് എന്റെ അമ്മ വെച്ചിട്ടുണ്ട്. അമ്മമാര് പറഞ്ഞ കുറെ അമ്മമാരുണ്ടോ നമുക്ക്? അല്ല, പണ്ടുള്ളൊരു ഈ കറി, പണ്ടുള്ള അമ്മമാര്. അപ്പൊ കുറച്ച് മഞ്ഞപ്പൊടി. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള പനിമോട് അഥവാ കാണാനിട വന്ന ചോദിക്കും, മിക്കവാറും വീടുകളിൽ എന്നെ എന്തിനായിട്ടാ ലേലം പിടിക്കരുത്, എന്നെ ഒന്ന് ഒഴിവാക്കും. സ്റ്റൗ ഒന്ന് കത്തിക്കാം, അത് മറന്നില്ലേ? അപ്പൊ ഇതിങ്ങനെ വേവട്ടെ. അപ്പൊ ഇളയ മത്തങ്ങയാണെങ്കിലും പഴുത്ത മത്തങ്ങയാണെങ്കിലും രണ്ടിനും ഇടേണ്ടത് വെള്ളത്തിൽ തന്നെയാണ്. അത് രണ്ടാളും മനസ്സിലാക്കി നന്നു. ആയിക്കോട്ടെ. അപ്പൊ ഇത് അടിച്ചു വെക്കാം നമുക്ക്. എന്നിട്ട് ഉപ്പൊക്കെ പിന്നെ ഇടാം. പിന്നെ അതിന് വേണ്ടത് എന്താ പറയുക, അമ്മ ഉപ്പൊക്കെ പിന്നെ ഇട്ടാൽ മതി. വെളുത്തുള്ളി ചതച്ചത്. വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ ഇടണം. എന്തോ അത് വെളുത്തുള്ളി എത്രയും അങ്ങനെയല്ല, ഇപ്പൊ കുറച്ചല്ലേ ഉള്ളൂ. വെളുത്തുള്ളി ചെറിയ ഉള്ളി അതൊന്നും വേണ്ട. വെളുത്തുള്ളി ചതച്ചതും കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ പച്ചമുളക്. അതൊന്നും ഇല്ലെങ്കിൽ ഉണക്കമുളക് ഇട്ടോളൂ. ഉണക്കമുളക് ഇടാൻ പറ്റില്ല. അതെന്ത് ചീത്ത പറയണ അറിയാത്തോണ്ട് ചോദിച്ചാലേ. ഉപ്പ് പിന്നെ ഇപ്പൊ ചോദിക്കൂ എന്താണ് ഇന്ന് നമ്മുടെ കഥാപ്രസംഗത്തിനെക്കാളിൽ ഞാൻ 2-3 ചോദ്യങ്ങൾ ഇത്രയൊക്കെ കഥ പറയുന്നുണ്ടല്ലോ എഴുതി ചോദിക്കാനുള്ളത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇപ്പൊ നോക്കൂ, ആദം അവയുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ബൈബിളിന്റെ കാലഘട്ടം വിശദീകരണം ഒന്നും വേണം. അതൊക്കെ അറിയണ സ്ഥിതിക്ക് ഈ പണ്ട് ദൈവം ലോകത്തുള്ള മുഴുവതിനെ ഉണ്ടാക്കി. പുഴു അടക്കം ഉണ്ടാക്കി കേട്ടോ. കുരങ്ങ്, പുഴു, അത് ഇത്, പാറ്റ, പുലി, ആന, ഇനി എന്തൊക്കെയുണ്ട് എല്ലാത്തിനും ഉണ്ടാക്കി അവസാനം ഇതൊക്കെ ഈ ഭൂമിയൊക്കെ ഉണ്ടാക്കി സൂര്യനെയും ചന്ദ്രനെയൊക്കെ ഉണ്ടാക്കി മനുഷ്യനെ ഉണ്ടാക്കി. മനുഷ്യനെ ഉണ്ടാക്കി സുഖമായിട്ട് ജീവിക്കും. മനുഷ്യനെ മാത്രം ഒരു സ്ഥലത്ത് വിട്ടിട്ട് പോയി. മനുഷ്യന് ഇതിൻ്റെ ഈ മൃഗങ്ങളുടെ ഒന്നും ഒപ്പം മാച്ചാവണില്ല. മനുഷ്യൻ കുരങ്ങൻ്റെ ഒപ്പം പോയി സെറ്റാവണില്ല, പുലിയുടെ ഒപ്പം പോയി മീറ്റാവണില്ല. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഈ മനുഷ്യന് വന്നപ്പോൾ മനുഷ്യൻ നെക്സ്റ്റ് വീക്ക് ദൈവം വരുമ്പോൾ പറഞ്ഞു, ഭഗവാനെ എനിക്ക് ഇഷ്ടമാവണ രീതിയിൽ, എനിക്ക് പറ്റിയ രീതിയിൽ ഒരാൾ എനിക്ക് വേണം, എനിക്ക് കൂട്ടായിട്ടെന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഈ പുരുഷൻ്റെ എന്തുകൊണ്ട്? നട്ടെല്ലും കൊണ്ട്. വാരിയല്ല, നട്ടല്ല, ഏതെങ്കിലും ഒരു എല്ല് അതുകൊണ്ട് ഒരു സ്ത്രീനെ സൃഷ്ടിച്ചു. പോയിന്റ് ടു ബി നോട്ടഡ്. ചോദിക്കേണ്ട ചോദ്യമാണ്. ആരോട്? ഭഗവാനോട്. കുരങ്ങനെ സൃഷ്ടിക്കുമ്പോൾ ഇല്ലാത്തത്, സിംഹത്തെ ആനയെ സൃഷ്ടിക്കുമ്പോൾ ഇല്ലാത്തത്, ഒരു സംഭവത്തിനെ സൃഷ്ടിക്കുമ്പോൾ ഉപയോഗിക്കാത്ത സാധനം എന്തിനാണ് സ്ത്രീനെ സൃഷ്ടിക്കുമ്പോൾ മാത്രം പുരുഷൻ്റെ തന്നെ എടുത്തിട്ട് നിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അവിടെ സൃഷ്ടിക്കാന്ന് പറഞ്ഞത്? കാരണം പുരുഷനെ സൃഷ്ടിക്കുമ്പോൾ ആരുടെ വാരിയല്ല എടുത്തത്? കുരങ്ങൻ്റെയോ ആനയുടെയോ പോത്തിൻ്റെയോ? അല്ലല്ലോ. ദൈവത്തിനൊരു പുരുഷൻ അങ്ങനെ തന്നെ എല്ലാ ഓർഗൻസോട് കൂടി സൃഷ്ടിക്കാൻ കഴിഞ്ഞല്ലോ. അപ്പൊ ഒരു ഔദാര്യം പോലെ ഇങ്ങോട്ട് നോക്ക്, ദേഷ്യത്തിൽ നോക്കണമെന്നൊക്കെ പറയുമ്പോ അപ്പൊ ഒരു ഔദാര്യം പോലെ പുരുഷന്റെ വാരിയിൽ എടുത്താൽ മാത്രമേ പെണ്ണിനെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിൽ ദൈവത്തിനൊരു എന്താ പറയാ, ഒരു പുരുഷനോടുള്ളൊരു ഇത് കൂടുതലുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഇത്രയും മൃഗങ്ങളൊക്കെ സൃഷ്ടിക്കുമ്പോൾ ഒന്നിൻ്റെയും വാരിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്ത് മാറ്റിവെക്കാത്ത ദൈവം പെണ്ണിനെ സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ വാരിയലെടുത്തിട്ട് നിന്നെ സേവിക്കാനും നിന്നെ സ്നേഹിക്കാനും നിനക്ക് വേണ്ടിയിട്ടൊരു പെണ്ണെന്ന് പറയുമ്പോൾ പെണ്ണിനെ അവിടെ ദാസിയാക്കിയില്ലേ? ഇതെന്ത് ചെയ്യണം? എപ്പോഴും പള്ളിയിൽ പോകുമ്പോൾ ഒരു മെഴുകുതിരി കത്തിക്കേണ്ട അവിടെ 100 മെഴുകുതിരി വെച്ചിട്ട് പറയണം, ഇതുപോലെ ഞങ്ങളൊക്കെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതിന് പണ്ട് നിങ്ങൾ ചെയ്ത തെറ്റാണ് ഭഗവാനെ എന്ന് കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് അത് ഹല്ലേലൂയയോട് പറഞ്ഞോളൂ. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. ഞാൻ ആലോചിച്ച എന്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ചില്ല എന്നായോ? നമ്പർ 1. ഇനി ശ്രീരാമനോടൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അതെന്താ കംപ്ലൈൻറ്റ് ചോദിക്കണം. അല്ലാതെ ഞാൻ എങ്ങനെ പറയാ? അമ്മ ആലോചിക്കും, ചെക്കൻ എന്തൊക്കെ കുരുത്തക്കെടാണ് പറയണത്, ഇവന് വല്ല ദൈവദോഷം കിട്ടുമോ? ഇല്ലില്ല, ദൈവപ്പരുന്ന് ആലോചിക്കണ്ടാവും ഞാൻ അന്ന് ചെയ്തത് തെറ്റാണല്ലോ എന്ന്. കാരണം നമ്മുടെ മനുഷ്യന്മാർ ഭയങ്കര ബുദ്ധിശാലികളാണ്. വിചാരിക്കും. ഇനി അടുത്തത് ശ്രീരാമൻ സീതാദേവിനെയൊക്കെ മറ്റേ കിഡ്നാപ്പ് ചെയ്ത രാവണന്റെ കയ്യിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്തതിന് ശേഷം മഹായുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം നാട്ടുകാർ പരിശുദ്ധിയെ കുറ്റം പറയുമെന്ന് പറഞ്ഞിട്ട് അഗ്നിപരീക്ഷ ചെയ്തു. അഗ്നിപരീക്ഷ ചെയ്ത് പവിത്രയാണെന്ന് ബോധ്യപ്പെടുത്തിട്ട് നിൽക്കണ വാനര സൈന്യത്തിന് അവിടെ നിൽക്കണ മനുഷ്യന്മാർക്കൊക്കെ ബോധ്യം ചെയ്തു. എനിക്ക് സംശയമൊന്നുമില്ല, ബാക്കിയുള്ളവരെ നീ ബോധ്യം ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു. ശരി, അത് സീതാദേവി ആയതുകൊണ്ട് അഗ്നി പൊള്ളിച്ചില്ല, ഒന്നും ചെയ്തില്ല. അത് പോയ പോലെ പാവം അഗ്നിയിൽ വിടുന്ന പവിത്രമായ ദൈവത്തിൻ്റെ ഒരു അംശമായതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് വന്നു. പകരം ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ സീതാദേവിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയല്ലോ രാവണൻ. കൊണ്ടുപോയിട്ട് കുറേ കാലങ്ങൾ കാട്ടുകൂടെ കലഞ്ഞും തിരിഞ്ഞ് നടക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു സുന്ദരിയായിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു
ലവോ കാര്യങ്ങളോ ഒക്കെ സംഭവിക്കാമല്ലോ ഒരു പുരുഷന്. അങ്ങനെ വിറ്റ് ശ്രാമ നിനക്ക് സംഭവിച്ചിട്ടുണ്ടോ, നീ ഒരു അഗ്നി പരീക്ഷണം നടത്തിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് സീത പറഞ്ഞോ? പറഞ്ഞോ പറഞ്ഞില്ലേ? അപ്പൊ ശ്രീരാമന്റെ അമ്പലത്ത് പോയിട്ട് രാമ നീ ഈ ചെയ്ത് തെറ്റായിപ്പോയി, ഞങ്ങളുടെ സീതാമ്മേനെ മാത്രം നീ അഗ്നിയിലൊക്കെ പോയിട്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞത് വളരെ വലിയ തെറ്റായിപ്പോയി. അപ്പൊ നീ ആ കാട്ടിനുള്ളിലൊക്കെ തനിച്ചിരിക്കുന്ന കാലത്ത് നിനക്ക് വല്ല ലവ് അഫെയർ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചില്ലല്ലോ എന്ന് സീതാമാത സംശയിച്ചില്ലല്ലോ. അപ്പൊ സീതാമാതയ്ക്ക് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നീ അത് ചെയ്തല്ലോ. അപ്പൊ അതേ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി രാമ നിനക്കൊന്ന് അഗ്നിപരീക്ഷ ചെയ്ത് വന്നൂടെ? എന്നിട്ട് സീതയ്ക്ക് പറയാറുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല രാമ, ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് ഈ മഹത്തായ ഒരു പട്ടുണ്ടല്ലോ, എന്താണ് മര്യാദ പുരുഷൻ എന്നുള്ള പട്ടം നിനക്ക് തന്നു, ശരിക്കും മര്യാദ സ്ത്രീ എന്നുള്ള പട്ടം എനിക്കല്ലേ നൽകേണ്ടത് സീത എന്ന് ചോദിക്കണ്ടേ? അപ്പൊ സീതയുടെ വംശത്തിൽ നിന്ന് വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിലൊരു തെറ്റുണ്ട്, ഇതിലൊരു പുരുഷൻ എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ മേധാവിത്വം അവിടെ പൊങ്ങി നിൽക്കണു. അപ്പൊ തീർച്ചയായിട്ടും ചരിത്രം എഴുതിയ കാലം മുതലേ ചവിട്ടിത്താത്തേൻ്റെ പേരാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ആൾക്കാർ പറയും അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് എങ്ങനെയാണെങ്കിലും ആ കഥാപാത്രങ്ങൾ അവിടെ വന്ന ആ രീതി ഉണ്ടല്ലോ, അത് അനുഭവിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. എന്നെങ്കിലും അവ്വയിരുന്ന് ചിന്തിച്ചിട്ടുണ്ടാവും, എന്തിനാണ് ദൈവം ഇയാളുടെ ഭാര്യയിലെടുത്ത് എനിക്കിട്ടത്? എന്നാൽ എന്നെ ആദ്യം സൃഷ്ടിച്ചിട്ട് എൻ്റെ ഭാര്യയിലും കൊണ്ട് നട്ടല്ലോ, എന്തുകൊണ്ട് ഇവരുണ്ടാക്കായിരുന്നില്ലേ? ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ടോ? മഹത്തായ ചിന്തകളാണ്. അപ്പം അമ്മാരേക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തിനാണ് നമ്മൾ ചോദിക്കും അല്ലേ? അപ്പൊ ഇതിനൊക്കെ ദൈവം എങ്ങനെ മറുപടി പറയാന്ന് അമ്മ ചോദിക്കൂല്ലേ? വട്ടാണല്ലേ? ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞുതരാം. ഇതൊക്കെ പേടിച്ചിട്ടാണ് സർവശക്തനായ എല്ലാ ദൈവങ്ങളും മലയ്ക്ക് മുകളിലിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ കലിയുഗത്തിൽ എന്താ ദൈവം വരാത്ത നിങ്ങൾ ചോദിക്കുമല്ലോ. ഇപ്പം ത്രേതായുഗം, ദ്രാപരയുഗം, അങ്ങനെ എല്ലാ യുഗങ്ങളും വന്നു പോയപ്പോൾ ദൈവമൊക്കെ നമ്മുടെ മുമ്പത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് കടലമിട്ടായി നിന്നുകൊണ്ട് പോവായിരുന്നു എന്നാണ് ആൾക്കാർ പറയുന്നത്. നമുക്കറിയില്ല, നമ്മളുണ്ടായിട്ടില്ല ആ കാലത്ത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വന്ന എന്ത് സംഭവിക്കുന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാത്തത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ശബരിമല സ്വാമി അയ്യപ്പൻ ഇരിക്കുന്നത് എവിടെയാണ്? കുന്നിൻ്റെ മുകളിൽ. തിരുമലവാസൻ ഇരിക്കുന്നത് എവിടെയാണ്? കുന്നിൻ്റെ മുകളിൽ. ഏറ്റവും വലിയ പള്ളി ഇരിക്കുന്നത് എവിടെയാണ്? കുന്നിൻ്റെ മുകളിൽ. അങ്ങനെ എല്ലാ ദൈവങ്ങളും കുന്നിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ടിരിക്കാൻ കാരണം എന്താണെന്നറിയോ അമ്മയ്ക്ക്? തീർച്ചയായിട്ടും നിങ്ങളെ സ്ത്രീകളെ പഠിച്ചിട്ടല്ല. സ്ത്രീകൾ ഇന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴൊരു ഞാനാണല്ലോ പറയണത്, ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട കടമയുണ്ട്. അല്ല, എന്നെ പോലെ അല്ല, നിങ്ങളാരും ചിന്തിച്ചിട്ടില്ലെങ്കിലും കുറച്ച് സ്ത്രീകളെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലും ഇരുന്നിട്ട്. മനസ്സിലായില്ലേ? അങ്ങനെ സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് മുകളിൽ. അപ്പം നമ്മൾ ഈ കയറ്റൊക്കെ കയറി ക്ഷീണിച്ച് പോകുമ്പോൾ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ക്ഷീണിച്ച് മുട്ടുംകാലൊക്കെ നെഞ്ഞം വരെ എത്തും. എന്നിട്ട് ശ്വാസമൊക്കെ ഇങ്ങനെ അയ്യോ ദൈവമേ എന്തെങ്കിലും കിട്ടിയാൽ മതി, കുടിച്ചാൽ മതി, വന്നിട്ട് പോയിട്ട് ഒന്ന് തൊഴുതാൽ മതി നിൽക്കുമ്പോൾ ദൈവത്തിനെ കണ്ട് തൊഴുത് ഒന്നും ചോദിക്കാൻ മനസ്സ് വരാണ്ട് ഇറങ്ങി നമ്മൾ ഓടി അങ്ങോട്ട് വരും. മനസ്സിലായോ? അപ്പൊ എന്ത് ചോദിക്കാൻ സമയമുണ്ട്? നീ എന്തിനു അങ്ങനെ ചെയ്തു, നീ എന്തിനു ഇങ്ങനെ ചെയ്തു ചോദിക്കാൻ സമയമുണ്ടമ്മ? അതുപോലെ തന്നെ ഇന്ന് അമ്മ ആലോചിക്കും, ഇന്നെ കഥ പറയാൻ സമ്മതിക്കില്ല. ഇല്ല, ഇന്ന് കഥ പറയാൻ സമ്മതിക്കില്ല. ഇന്നലെ മുഴുവൻ എന്നെ കുറ്റം പറഞ്ഞ അമ്മ ഇന്ന് കഥ പറയണ്ട. അപ്പൊ ഇന്നൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ചില വീടുകളിലട്ടോ, എല്ലാ വീടുകളിലല്ല, ചില വീടുകളിൽ ആ മക്കൾ പ്രത്യേകിച്ച് പറയും പെൺകുട്ടിയോടൊന്നും നമ്മുടെ അല്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പിന്നെയും പറയാൻ കാരണം എന്താ പറഞ്ഞാൽ ഇങ്ങനെയുള്ള മണ്ട ശിരോമണിമാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തതുകൊണ്ട് അത് കേൾക്കണം. ഞാനൊരു എന്താ പറയുക ജെൻസിൽ പെട്ടതാണെങ്കിലും ആ ജെനസിന്റെ ചില കുറ്റങ്ങൾ പറഞ്ഞേ പറ്റും. അപ്പോൾ പറയാണ് എന്താ, ആ പെൺകുട്ടികളൊന്നും നമ്മുടെ എല്ലാ കല്യാണം കഴിച്ച് വേറെ വീട്ടിലേക്ക് പോകേണ്ടതാണെന്ന് പറയുമല്ലോ. അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എവിടെയെങ്കിലും പിടിച്ചു നിർത്തി കെട്ടിയിട്ട് ചോദിക്കണം, ഉപ്പ്. എന്തേ ചെക്കൻ ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കണത്? നീ അമ്മേനെ സംസാരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു വ്രതമാണ്. അത് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ കുറെ ആണുങ്ങളാണ് മികച്ചത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ആദ്യം ചോദിക്കേണ്ട ചോദ്യം അവിടെ ഉണ്ടൊരു ചോദിച്ചിട്ടും എന്തറിയോ? ആദ്യം ചോദിക്കേണ്ടത് നിങ്ങളുടെ ഭർത്താവിനോടാണ്. എന്തെന്നറിയോ? ഈ 9 മാസം 10 മാസമൊക്കെ ബുദ്ധിമുട്ടി വേദനയൊക്കെ സഹിച്ച് അതിനുള്ളൊരു കുത്തും ചവിട്ട കൊണ്ടൊരു കുട്ടീനെ നിങ്ങൾ പ്രസവിക്കുമല്ലോ. പ്രസവിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കുട്ടിയുടെ ഒപ്പം അമ്മയുടെ പേരുണ്ടോ? ഇന്ന അച്ഛൻ്റെ മകൻ നിൽക്ക്. ഒരാള് ചീത്ത പറയുമ്പോഴും വെല്ലുവിളിക്കുമ്പോഴും എന്താ പറയാ, തന്തയ്ക്ക് പിറക്കാത്തവനെ അല്ലെങ്കിൽ തന്തയ്ക്ക് പിറന്നവൻ അഭിമാനത്തോട് കൂടിയിട്ട് ആരെങ്കിലും അമ്മയ്ക്ക് പിറന്നവെന്ന് പറയണത് കേട്ടിട്ടുണ്ടോ?
ഇവിടെ നിങ്ങൾ തോറ്റില്ലേ? ഇത് നിങ്ങൾ ചോദ്യം ചെയ്യണ്ടേ? പിന്നെ ആരോട്? ഈ സമൂഹത്തോട് ചോദ്യം ചെയ്യണം. എന്തുകൊണ്ട് അച്ഛൻ്റെ ഇനിഷ്യലും അമ്മയുടെ ഒരു അക്ഷരം കൂടി ചേർത്ത് 2 ഇനിഷ്യൽ ഇട്ടുകൂടെ മനുഷ്യന്മാർക്ക്? ഇത് വേറെ ആരെങ്കിലും ഏതെങ്കിലും കോടതി കയറിയിട്ട് പറഞ്ഞിട്ടുണ്ടോ? അവിടെ അച്ഛൻ്റെ ഇനിഷ്യൽ ഒന്നാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് അമ്മയുടെ ഇനിഷ്യലും കൂടി 2 ഇനിഷ്യൽ കൊടുത്തോടവർക്ക് ഈ 2 കണ്ണില്ലേ അതുപോലെ ഇരുന്നോട്ടെ എന്ന് ആരെങ്കിലും ബാധിക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ? ഇതൊരു കുടുംബ കലഹത്തിനെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായോ? ഇത് അമ്മ കേട്ടില്ല, അത് നന്നായി. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ അതങ്ങനെയായോ? അതുപോലെ ചില വീടുകളുണ്ട്, പെൺകുട്ടികളൊന്നും നമ്മുടെ വീട്ടിലത്തെ അത് കാരണം കൊണ്ട് ആൺകുട്ടികൾ ഞങ്ങൾ ഒന്നായിരിക്കണം, പെൺകുട്ടികൾ വല്ല വീട്ടിലേക്കും പോകും എന്തെങ്കിലും വന്ന വിരുന്നുകാരാണെന്ന് പറയുന്ന ബ്രദേഴ്സ്, എൽഡർ ബ്രദേഴ്സ്, യംഗർ ബ്രദേഴ്സ്, അവർക്ക് വേണ്ടിയിട്ടൊരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ എല്ലാവരും ഒന്നുമില്ല. ഈ സഹോദരിമാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതില്ലാത്തവർക്ക് അത് കൊതിയാണ്. അത് ചിലരുടെ ഭാഗ്യമാണ് ഉണ്ടായിട്ടത്. അതിന് വില കൊടുക്കാൻ കഴിയില്ല. ഇല്ലാത്തവർക്ക് അതിനെപ്പറ്റി എന്താ പറയുക, അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് അറിയില്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഉള്ളവരും ഉണ്ട്. പാസമലർ പോലെ അല്ലെങ്കിൽ അനിയത്തീനൊക്കെ സ്വന്തം കുഞ്ഞു പോലെ, ചേച്ചീനെ സ്വന്തം അമ്മ പോലെ നോക്കിയ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. എന്താ പറയുക, അതിനെ മെയിൽ ഫെമിനിസ്റ്റോ അങ്ങനെ എന്തൊരു വാക്ക്, അതിന് പുതിയൊരു കച്ചവട വാക്കായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു സംഭവം മലയാളത്തിൽ എന്താ പറയുക, പുരുഷ മേധാവിത്വം അല്ലേ? അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ചില ആൾക്കാർ അവരെന്താ ചിന്തിക്കുക ഏത് നേരവും? അവരൊക്കെ നമ്മുടെ വീട്ടിൽ ആരുമല്ല, പരസ്പരം അവരൊരു ഫാമിലി, അവരുടെ മക്കൾ ഒക്കെ ഒരു ഫാമിലി. ബാക്കി ഈ പെങ്ങന്മാരൊക്കെ പാവം അതേ അമ്മയുടെ വയറ്റും ജനിച്ചിട്ട് അവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ വരും വിരുന്നുകാർ. അവരോട് ഒന്നും പറയാനില്ല. അവർക്ക് സ്വത്തിലടക്കം പങ്കുകൊടുക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ്. അതുവരെ സ്വത്തും ഇല്ല, അതിൻ്റെ പൊടിയും കൂടി അവർക്കില്ല. ആ സ്വത്ത് പോയ സ്ഥലത്തെ പൊടിയും കൂടി അവരുടെ മേത്ത് പറക്കാൻ പാടില്ല. അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടം. അപ്പോൾ അവരോട് ചോദിക്കണത്, അച്ഛൻ്റെ ഇനിഷ്യലും വെച്ചിട്ട് ഞങ്ങൾ ആണുങ്ങളാണ് ഒന്ന് പറയണം. നിങ്ങളുടെ അച്ഛൻ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, അത് നിങ്ങളുടെ വീട്ടിൽ ജനിച്ച ഒരു കസിനെ അല്ലല്ലോ. അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. വേറൊരു വീട്ടിൽ നിന്ന് വന്നൊരു സ്ത്രീയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അത് നിങ്ങളുടെ വേറെ അല്ലേ? അത് നിങ്ങൾക്ക് ആരുമല്ലല്ലോ. അപ്പം നിങ്ങളുടെ പ്രസവിച്ച നിങ്ങളുടെ അമ്മയും നിങ്ങൾക്ക് ആരുമില്ല. പോയിന്റ് ടു ബി നോട്ടഡ്. അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ ഉത്തരമാണ് അത്. ശരിയാണോ? അതുപോലെ 10 മാസം ചുമന്ന് പെറ്റ ഒരു അമ്മയുടെ പേരിൽ ചെറിയൊരു പുള്ളിയും കൂടി കുത്തിവയ്ക്കാൻ ആർക്കും സമയമില്ല. എല്ലാവരും വെക്കുന്ന ഒരു പേര് പുരുഷൻ്റെ പേര് മാത്രം, ഭർത്താവിൻ്റെ പേര് മാത്രം. അപ്പോൾ അതുപോലെ ഒരു കാര്യം കൂടി പറയാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ത്രീ നമ്മുടെ ആരുമല്ല, നമുക്ക് ജനിച്ച സഹോദരിമാർ നമ്മുടെ ആരുമല്ല എന്ന് പറഞ്ഞാൽ അതേ പുരുഷന്മാർ ഒരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാണ്ട്. എനിക്കല്ല, നിങ്ങൾക്ക് ചോദിക്കാണ്ട്, നിങ്ങളെപ്പോലെ എല്ലാവർക്കും ചോദിക്കാണ്ട്. എന്താ അറിയോ, എന്ത് വിശ്വസിച്ചാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ഒപ്പം ഇത്രയും കാലം ജീവിച്ച ഒരു ഭാര്യയ്ക്ക് നിങ്ങൾ വില കൊടുക്കണമെന്ന് വിശ്വസിക്കുക? കാരണം അവൾ നിങ്ങളുടെ അമ്മയ്ക്ക് ജനിച്ചതോ നിങ്ങളുടെ വീട്ടിലുള്ളതോ അല്ലല്ലോ, വേറെ വീട്ടിൽ നിന്ന് വന്നതല്ലേ. അത് വേറെ സ്ത്രീയല്ലേ അല്ലേ? അപ്പം നിങ്ങളുടെ വീട്ടിൽ ജനിച്ചൊരു സ്ത്രീൻ്റെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി ജനിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി നിങ്ങളുടെ അമ്മയായിട്ടൊരു ബന്ധമുണ്ട്. കാരണം പൊക്കിൾക്കൂടി ബന്ധം എന്നൊരു ബന്ധമുണ്ട്. ആ പൊക്കിൾക്കൂടി ബന്ധം നിങ്ങളുടെ വീട്ടിലൊരു സഹോദരിക്കുണ്ടെങ്കിൽ അതിൽ ജനിക്കുന്ന കുട്ടികൾക്കും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ കല്യാണം കഴിച്ചു വിടുന്ന ഒരു പെണ്ണുണ്ടല്ലോ, അവർക്ക് അവൻ്റെ അമ്മയുടെ പൊക്കിൾക്കൂടി ബന്ധം ഉണ്ടാവുള്ളൂ. അതിൽ ജനിക്കുന്ന കുട്ടികൾക്കും അതേ ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾ മറന്നുപോയി. അപ്പോൾ സ്ത്രീകൾ ചോദിക്കാൻ പറഞ്ഞ പല കാര്യങ്ങളും സാധാരണ അമ്മ എന്നും മണ്ടച്ചാരെന്ന് വിളിക്കില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മേനോടൊരു സ്വീറ്റ് റിവെഞ്ച് ആയിരുന്നു. നമ്മുടെ കഥയൊക്കെ ഒന്ന് സ്റ്റോപ്പായി. കാരണം എന്നെ ബുദ്ധിമുട്ടിച്ചതിന് അപ്പൊ എന്നെ ബുദ്ധിമുട്ടിച്ചതിന് ഞാൻ അമ്മേനെ ഒരു 1.5 ബുദ്ധിമുട്ടിച്ചു. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ് അമ്മേനോട്, എന്നെ ഇന്നലെ ഉത്തരം മുട്ടിച്ചില്ലേ, ചീത്ത പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ ചോദിച്ചില്ലേ, സ്ത്രീകളെ നിങ്ങൾ ചോദിക്കേണ്ട അവകാശം എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല എന്ന് ചോദിച്ചില്ല അമ്മയടക്കമുള്ള ആൾക്കാരോട്. അപ്പൊ നിങ്ങളൊന്ന് പറയൂ, എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല? ഇതിൽ ഏതെങ്കിലും ഒന്ന്, ഞാനിപ്പോൾ പറഞ്ഞൊക്കെ ചിലപ്പോൾ വിഡിത്തരായെന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കാം. പക്ഷെ ഏതിലെങ്കിലും ഒന്നിലൊരു പ്ലസ് പോയിന്റ് ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ, ഞാൻ വേറെയാണ്, അവൾ കളിച്ചു കിടന്ന വീട്, അവൾ എടുത്തു വെച്ച കളിപ്പാട്ടം കൂടി ഏതോ മുക്കിലുണ്ടാവും. അവളുടെ അമ്മയുടെ മടിയിൽ കിടന്നവർ അച്ഛൻ അവളുടെ കൊഞ്ചിച്ച് മുടി കെട്ടി കൊടുത്തൊരു സ്ഥലമൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ പോകുമ്പോൾ ഇത് നിന്റെ വീടല്ല, നീ വിരുന്നുകാരെന്നൊരു തോന്നൽ അവർക്ക് വരുത്തുമ്പോൾ, അല്ല ഇന്നില്ല, അവർക്ക് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു തോന്നൽ അവർക്ക് വരുത്തുമ്പോൾ അവിടെ ഉണ്ടാവുന്നൊരു മനോവിഷമം ഉണ്ടല്ലോ. ഇന്നില്ല എന്ന് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. ഇന്നെന്ന് പറഞ്ഞ വിദ്യാസമ്പന്നരായ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ ഇല്ല. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കുറേ ആൾക്കാരുടെ ഇടയിൽ ഇന്ത്യ മുഴുവൻ ഇന്നുമുണ്ട്. പെണ്ണ് ജനിച്ചാൽ കൊല്ലുന്ന നാടന്നെയാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ഇവിടെ ഇന്നും അതുണ്ട്. അപ്പോൾ ഇന്നും പെണ്ണ് നമ്മുടെ എല്ലാം ചിന്തിച്ച് ജീവിക്കുന്ന എത്രയോ ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്. അവരൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നിതില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സാക്ഷരത നിറഞ്ഞ ചില ആൾക്കാരിൽ, സംസ്കാരം നിറഞ്ഞ ചില ആൾക്കാരിൽ, ബന്ധങ്ങളുടെ വില അറിഞ്ഞ ചില ആൾക്കാരിൽ അതില്ല. അല്ലാത്തവിടെയൊക്കെ ഉണ്ട്.
ആ അപ്പം ഇതായി ഇത്ര തന്നെ. ഇതിന് ഇരുന്നിട്ട് ഈ വെള്ളം തന്നെ പറ്റിക്കോളൂ. അപ്പോൾ അത് കറക്റ്റാവും. ഇതിൻ്റെ കൂടെ നല്ല കുത്തരി കഞ്ഞി കുടിച്ചുണ്ടല്ലോ. എനിക്ക് വേണ്ട. ആ നിനക്ക് വേണ്ട, അച്ഛന് മീനുണ്ട്. ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി, ഞാൻ കഴിച്ചോളാം. ഇത് ഞാൻ കഴിച്ചോളാം കേട്ടോ, ഇത് മുഴുവൻ ഞാൻ കഴിച്ചോളാം. ഇല്ലമ്മ, ഇതൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യം. അതാണ് വൈകുന്നേരം നമ്മൾ തലവേന് കാലുവേന് കൈവേന് വന്നിട്ട് ഒന്നുമില്ല, ഒന്നും കേട്ടില്ല, ഒന്നും കേൾക്കാത്തൊക്കെ എന്റെ ഭാഗ്യം. എല്ലാം കേട്ടു. എന്താ പറഞ്ഞു? എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ ഇതൊക്കെ ഇഷ്ടപ്പെടാൻ വലിയ കൂട്ടുപ്പം വലിയ കൂട്ടില്ലെങ്കിലും ചെറുതായിട്ട് നീ കൂട്ടില്ല. വന്നാൾ എന്തോ ഒരു മത്തങ്ങ 2 കഷ്ണം എനിക്ക് തന്നത് ഞാൻ കൂട്ടിയില്ലമ്മ. അത്രയൊന്നല്ല, 3-4 കഷ്ണം ഉണ്ടാവും. അപ്പൊ ഇതാണ് കേട്ടോ, ഇത് ഓഫ് ചെയ്യാം. ഇന്ന് നിങ്ങളോട് ഇത്ര മതി. ഒരുപാട് ഇങ്ങനെ വെള്ളം പറ്റി വെറുതെ ആവണ്ട, ഇങ്ങനെ തന്നെ നല്ലത് ഇത്. അപ്പൊ ഇത് ഓഫ്. എന്റെ 2 പരാതി പറയാൻ നമുക്ക് ഉണ്ടാവുമല്ലോ. ഇവ എത്ര നേരം സംസാരിച്ചിട്ട് എന്റെ വീട്ടുകാരോട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഈ ദുഷ്ടൻ എന്നെ പകരം വീട്ടി. ഞാനിത് കഥ പറയാനിരുന്നതാ. അപ്പൊ ഇവനെ എന്നെ പറയാൻ സമ്മതിച്ചില്ല കേട്ടോ. അപ്പൊ നാളെ ഞാൻ പറയാം കേട്ടോ. ഇനിയിപ്പോ എന്തായാലും സമയം ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ടല്ലോ, ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നാളെ മുതൽ ചോദിക്കില്ല ദൈവത്തിനോട്. അത് കർത്താവായാലും ശരി, ഹല്ലേലൂയ ആയാലും ശരി, ശ്രീരാമനായാലും ശരി. ആര് കലഹല്ല, നിങ്ങൾക്ക് കിട്ടാത്ത അവകാശത്തെ നിങ്ങൾ ചോദിച്ചു മേടിക്കില്ലെന്നാ ചോദിച്ചു. ആരോട്? അമ്മ, അച്ഛന്റെ സ്വത്തിന് കേസ് കൊടുക്ക, അമ്മയുടെ സ്വത്തിനും കേസ് കൊടുക്ക, ഭഗവാനോടൊരു കേസ് കൊടുക്കണ്ടേ? എല്ലാവരുടെ അച്ഛനല്ലേ. ആ അപ്പൊ ചോദിക്കണ്ടേ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ, അതായത് ഇങ്ങനെ സർവരെയും ഒന്നായി കാണണമെന്ന് വിചാരിക്കുന്ന സർവേശ്വര, നിങ്ങൾ എന്തിനാണ് തുടക്കം മുതലേ ഞങ്ങളെ 2ആക്കി സൃഷ്ടിച്ചതെന്ന് ചോദിക്കണ്ടേ? 2ാം സ്ഥാനത്ത് എന്തിന് ഞങ്ങളെ വെച്ചു? ആ 2ാം സ്ഥാനത്ത് ഭഗവാനായ നിങ്ങൾ വെച്ചത് കൊണ്ടല്ലേ ഞങ്ങൾ ഇന്നും 2ാം സ്ഥാനത്ത് 1ാം സ്ഥാനത്തേക്കുള്ള ഓട്ടത്തിൽ തന്നെ ഉള്ളത്. ചിലരെത്തി ചിലരെത്തിയില്ല. അത് ചോദിക്കണം. അത് ചോദിക്കണം. സത്യം. അപ്പൊ കണ്ടില്ലേ, ഇതാ കണ്ടോ, ഇതിങ്ങനെ ഉടയ്ക്കണ്ട. എന്താ പറഞ്ഞാൽ എനിക്ക് ഈ ഉടയ്ക്കുന്നത് ഇഷ്ടമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഉടയും. പക്ഷെ ഇത് ഇങ്ങനെ കഴിക്കാനാണ് എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആലോചിക്കുക, ഇതാണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷെ ഉടയണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ. ഉടഞ്ഞ അതൊരു രസമല്ല. അപ്പം ഇത് കൂട്ടിയിട്ട് നല്ല കുത്തരി കൂട്ടി, അല്ലെങ്കിൽ പൊടിയരി കഞ്ഞി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ കഴിച്ചാണ്ടല്ലോ. ഒരു പപ്പടം ചുട്ടതും, ഒരു നാളികേരം ചുട്ട ചമ്മന്തി, ഇതൊക്കെ ഞങ്ങൾക്ക് കഴിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല ചൂടുള്ള കഞ്ഞി, നാളികേരം ചുട്ട ചമ്മന്തി, ചിലപ്പോ ഉണക്കമീന് ചുട്ടത്. ഇല്ല, ഇതിന്റെ കൂടെ അല്ല, കഞ്ഞിയെ കുടിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കാൻ എന്തു രസാറിയോ. അതിന്റെ ഒക്കെ ഓർമ്മ നിങ്ങൾ കഴിക്കണ എന്താ പറയാ, ഇന്നത്തെ വിഭവങ്ങളില്ലേ, അതിനേക്കാളൊക്കെ എത്ര ടേസ്റ്റ് അറിയോ. ആഹാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പൊ എല്ലാരും വരികയാണെങ്കിൽ, എന്റെ കുടുംബങ്ങളിൽ പലർക്കും ഇത് ഭയങ്കര എല്ലാരും വരികയാണെങ്കിൽ അമ്മ ഇത് കൂട്ടി കഞ്ഞി തരും, അതിന്റെ ഒപ്പം അമ്മ ഇരിക്കും. സത്യം നല്ല കുത്തരി കഞ്ഞി വെച്ചിട്ട് ഇതും തരും, പപ്പടം, ചമ്മന്തി, അച്ചാറ്, ഇതൊക്കെ കൂട്ടി എന്ത് സുഖാന്റെ കഴിക്കാമെന്ന് ആലോചിച്ചു. ഇന്നിപ്പോ ഇന്ന് സംസാരിക്കാൻ ഞാൻ വിടാത്തതുകൊണ്ട് ഇതിന്റെ മുഴുവൻ പകരമായിട്ട് നാളെ എന്നെ സംസാരിക്കാൻ വിടാണ്ട് അമ്മ സംസാരിക്കുകയും ചെയ്യും. അത് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും വെക്കുന്നതിനേക്കാളും മുമ്പ് എല്ലാവരും വീണ്ടും ഒന്ന് ചിന്തിച്ചോളൂ. ഇനി രക്ഷിക്കണേന്ന് എഴുതിക്കൊണ്ട് വെക്കണേൻ്റെ ഒപ്പം തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്നൊരു ചോദ്യം കൂടി എഴുതി വെച്ചോളൂ. പെട്ടെന്ന് അനുഗ്രഹം കിട്ടും. കാരണം പശ്ചാത്താപം ദൈവത്തിനും ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊക്കെ തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്റെ വർഗത്തിന് ഞാൻ പിന്നാലെ ആക്കിയിട്ടാണ് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നത്. എന്തൊരു ഗവേഷകനാണ്, കണ്ടില്ലേ? ഇതാണ് രഞ്ജിത്ത് മോഹൻ. ഓക്കെ, അപ്പൊ അല്ല ഞാൻ മാത്രമേ ഉള്ളൂ, അച്ഛൻ എന്റെ ഒപ്പം കൂട്ടട്ടെ. പാവം അതെവിടെ ഇരുന്നോട്ടെ. ആ തന്നെയാണ് എന്റെ സബ്ജക്ട്. അതും കൂടി നമുക്ക് ഓർമ്മയില്ല. ഭഗവാനെ, രഞ്ജിത്ത് മോഹൻ. അതെ അതെ, വേണം. രഞ്ജിത്ത് മോഹൻ വേണ്ട, വേണമെങ്കിൽ നമ്മുടെ പേരും കൂടി കൂട്ടിക്കോ. ഓക്കെ, അപ്പൊ എല്ലാവരും വരികയാണെങ്കിൽ ഞാൻ ചൂട് കഞ്ഞി ഞാനത് എന്തായാലും വെക്കും. ഇവർക്ക് ചിക്കനും മീനൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇത് കൂട്ടിട്ട് കഞ്ഞി കൊടുക്കാം. അപ്പൊ ഇത്തിരി കഞ്ഞി വെക്കും. ഓക്കെ, അപ്പൊ ബൈ.